ശേഷം അത്യുന്നതങ്ങളിലുള്ള മഹത്വത്തിന്റെ വലത്തുഭാഗത്ത് അവൻ ഉപവിഷ്ടനായി. ഈ ബസിലിക്ക ദേവാലയത്തിൽ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി വന്നിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും അമ്മയുടെ മാധ്യസ്ഥം വഴി നിങ്ങൾ ചോദിക്കുന്ന കാര്യങ്ങൾ ദൈവം നിങ്ങൾക്ക് തരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ഈ സന്ദർഭത്തിൽ പ്രാർത്ഥിക്കുകയാണ്. ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും ദൃഢതരമായ, ഏറ്റവും സുന്ദരമായ ബന്ധം ഏതാണെന്ന് ചോദിച്ചാൽ അധികമൊന്നും ആലോചിക്കാതെ തന്നെ നമുക്ക് എല്ലാവർക്കും പറയാൻ കഴിയുന്ന ഒരു മറുപടിയുണ്ട്. അത് അമ്മയ്ക്ക് കുഞ്ഞിനോടും കുഞ്ഞിന് അമ്മയോടുമുള്ള ബന്ധമാണ് ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും സുന്ദരമായ ബന്ധം. 9 മാസം ഉദരത്തിൽ ചുമന്ന് അമ്മയുടെ ശരീരത്തിൻ്റെ രക്തവും മാംസവും കുഞ്ഞിന് ഭക്ഷണപാനീയങ്ങളായി നൽകി സമയത്തിന്റെ പൂർത്തീകരണത്തിൽ നൊന്ത് ഈ പ്രപഞ്ചത്തിലേക്ക് ഒരു കുഞ്ഞിനെ പ്രസവിക്കുന്ന അമ്മയ്ക്ക് കുഞ്ഞിനോടുള്ള സ്നേഹവും കുഞ്ഞിന് അമ്മയോടുള്ള കടപ്പാടും അനിതര സാധാരണമാണ്. നിരവധി കവികള് അമ്മമാരുടെ മഹത്തായ സ്നേഹത്തെക്കുറിച്ച് കവിതകൾ പാടിയിട്ടുണ്ട്. മലയാളത്തിൽ ചൊല്ലുപോലുമുണ്ട്, തള്ളയോളം സ്നേഹം പിള്ളയ്ക്കുണ്ടെങ്കിൽ ആറ്റിലെ വെള്ളം മേപ്പോട്ടൊഴുകും. അമ്മയ്ക്ക് കുഞ്ഞിനോടുള്ള സ്നേഹവും കുഞ്ഞിന് അമ്മയോടുമുള്ള കടപ്പാടും അത്രയ്ക്കും മഹത്തരമാണ്. എല്ലാ മനുഷ്യർക്കും സ്വർഗത്തിൽ ഒരമ്മയുണ്ട്. അതിന് ജാതിയോ മതമോ വർണ്ണമോ ഒരു വ്യത്യാസവുമില്ല. വിശ്വസിക്കുന്ന എല്ലാ മനുഷ്യർക്കും സ്വർഗത്തിൽ ഒരമ്മയുണ്ട്. കാലാന്തരങ്ങളുടെ വ്യത്യാസമില്ലാതെ, ജാതി മത വ്യത്യാസമില്ലാതെ സ്വർഗത്തിൽ ഇരുന്നു കൊണ്ട് പരിശുദ്ധ കന്യകാമറിയം, അപ്പൊ പരിശുദ്ധ കന്യകാമറിയത്തിന് കൊടുത്തിരിക്കുന്ന സ്ഥാനം ഈശോ മിശിഹായ്ക്കും വിശുദ്ധർക്കും മധ്യയുള്ള അദ്വിതീയമായ ഒരു സ്ഥാനമാണ്. മറ്റ് വിശുദ്ധരുടെ തിരുനാളുകൾ ആണ്ടുവട്ടത്തിൽ ഒരു പ്രാവശ്യം നമ്മൾ ഓർക്കുമ്പോൾ ജനുവരി മുതൽ ഡിസംബർ വരെയുള്ള 12 മാസങ്ങളിലായി കത്തോലിക്ക സഭ ഓർക്കുകയാണ്. ജനുവരി 1-ാം തീയതി ദൈവമാതാവിന്റെ തിരുനാൾ, ഫെബ്രുവരി മാസം 11-ാം തീയതി ലൂർദ് മാതാവിന്റെ തിരുനാൾ, മാർച്ച് മാസം 25-ാം തീയതി മാതാവിന്റെ മംഗളവാർത്ത തിരുനാൾ, മെയ് മാസം 31-ാം തീയതി പരിശുദ്ധ കന്യകാമറിയം ഏലീശോമയെ സന്ദർശിക്കാൻ പോയതിന്റെ തിരുനാൾ, ജൂലൈ മാസം 16-ാം തീയതി കർമ്മല മാതാവിന്റെ തിരുനാൾ, സെപ്റ്റംബർ മാസം 8-ാം തീയതി മാതാവിന്റെ ജനന തിരുനാൾ, സെപ്റ്റംബർ മാസം 15-ാം തീയതി മാതാവിന്റെ വ്യാകുല തിരുനാൾ, ഡിസംബർ മാസം 8-ാം തീയതി മാതാവിന്റെ അമലോത്ഭവ തിരുനാൾ, ഓഗസ്റ്റ് മാസം മാതാവിന്റെ ജനന തിരുനാൾ, ഓഗസ്റ്റ് മാസം 15-ാം തീയതി മാതാവിന്റെ സ്വർഗാരോപണ തിരുനാൾ. അങ്ങനെ വ്യത്യസ്തമായ പേരുകളിൽ പരിശുദ്ധ കന്യകാമറിയത്തെ എല്ലാ മാസവും നമ്മൾ ഓർക്കുകയാണ്. അദ്വിതീയമായ ഒരു സ്ഥാനം. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മാതാവിനെ കുറിച്ചുള്ള ഒരു പ്രാർത്ഥനയുണ്ട്. ഏത് കാര്യം ചെയ്യുന്നതിന് മുൻപ് ഞാൻ ആ പ്രാർത്ഥന ചൊല്ലും. അത് എത്രയും ദയുള്ള മാതാവേ എന്നുള്ള പ്രാർത്ഥനയാണ്. അതിന്റെ ആദ്യത്തെ വാചകം ഇങ്ങനെയാണ്: അപേക്ഷിച്ചവരിൽ ഒരുവനെ പോലും ഉപേക്ഷിച്ചതായി ഈ ലോകത്തിൽ കേട്ടിട്ടില്ല. സ്നേഹമുള്ളവരെ, ഇന്ന് ഈ വിശുദ്ധ ബലിയിൽ പങ്കെടുത്തുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ഈ ഒരൊറ്റ വാചകം നമ്മുടെ മനസ്സിനൊരിക്കൽ നമ്മൾ മറക്കരുത്. അമ്മയോട് പ്രാർത്ഥിച്ചവരിൽ ഒരുവനെ പോലും അവൾ ഉപേക്ഷിച്ചതായി ഈ ലോകത്തിൽ കേട്ടിട്ടില്ല. ഇന്ന് പരിശുദ്ധ കന്യകാമറിയം പ്രത്യക്ഷപ്പെട്ടതായി സഭ പോലും അംഗീകരിച്ചിരിക്കുന്ന എത്രയോ മാതാവിന്റെ തീർത്ഥകേന്ദ്രങ്ങളുണ്ട്. നമ്മുടെ നാട്ടിലും മാതാവിന്റെ രൂപങ്ങൾ കരയുന്നത് നമ്മൾ കേൾക്കുന്നു. മാതാവിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരുന്നത് നമ്മൾ കേൾക്കുന്നു. ചോര വരുന്നത് കേൾക്കുന്നു. മാതാവിന്റെ അടുത്ത് പോകുമ്പോൾ സുഗന്ധം ലഭിക്കുന്നത് കേൾക്കുന്നു. അങ്ങനെ തുടങ്ങി നിരവധി അത്ഭുതങ്ങള് ഇന്നും ഈ പ്രപഞ്ചത്തിൽ പലർക്കും ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം അത് സത്യമാണ്. അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്തവളാണ് പരിശുദ്ധ കന്യകാമറിയം. അതുകൊണ്ട് ഇന്നത്തെ വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുമ്പോൾ മാതാവിന്റെ മാധ്യസ്ഥം നമുക്ക് പ്രാർത്ഥിക്കാം. വ്യാകുല മാതാവിന് പ്രത്യേകമായി പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന ഈ ദേവാലയത്തിൽ വിശുദ്ധ ബലിയിൽ പങ്കെടുത്തുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലെ നൊമ്പരങ്ങൾ മുഴുവൻ അമ്മയുടെ മുമ്പിൽ നമുക്ക് ഇറക്കി വെക്കാം.